ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൈഡ് ആംഗിൾ റിവ്യൂസ്. വൈഡ് ആംഗിൾ റിവ്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടൊബാക്കോ പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നത്, സിഗരറ്റ്സ്, അങ്ങനത്തെ ടൊബാക്കോ സംബന്ധമായിട്ടുള്ള എല്ലാ പ്രോഡക്ട്സും യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇന്ന് ഇരുട്ടടിയുടെ ബില്ല് വരാൻ പോവുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ 2 മാസം മുമ്പ് ബില്ല് ഡ്രാഫ്റ്റിലാണ്. ഈ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല, സിഗരറ്റ് ആൻഡ് അതർ ടൊബാക്കോ പ്രൊഡക്ട്സ് ബിൽ. ഇതാണ് ആ ബില്ലിന്റെ പേര്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഇനി മുതൽ പബ്ലിക്കൊക്കെ ആയിട്ടൊന്ന് സ്മോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഫൈൻ അടിച്ച് കയറ്റും. അപ്പോൾ ആ ഫൈനും അതേപോലെ തന്നെ ഇതിൻ്റെ നിയമവശങ്ങളും മൊത്തം, പിന്നെ അത് കൂടാതെ തന്നെ ഈ സിഗരറ്റ് വിൽക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ടൊബാക്കോ പ്രൊഡക്ട്സ് വിൽക്കുന്ന ആൾക്കാർക്കുള്ള ഫൈൻ, അങ്ങനത്തെ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കൂടി നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടാക്കണം. അപ്പോൾ ഇതിനകത്ത് ഞാൻ പറയാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലോയും വേറൊരു ലോയും ഈ അടുത്ത് ഇംപ്ലിമെൻ്റ് ആയിരിക്കുന്ന വേറൊരു ലോ ആയിട്ട് വളരെയധികം സാമ്യമുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ആ ഒരു സംഭവങ്ങൾ, ആ റിലേഷൻ എങ്ങനെയാണ്, ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ കൂടി നിങ്ങളിലേക്ക് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാതെ കാര്യത്തിലേക്ക് കടക്കാം. ആദ്യത്തെ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ലോൻ്റെ പേര് നിങ്ങളുടെ ഞാൻ പറഞ്ഞു. ഇത് കുറച്ച് പ്രൊവിഷൻസ് ഉണ്ട് ഈ ബില്ലിനകത്ത്. ആ ബില്ല് പ്രൊവിഷൻസ് എന്തൊക്കെയാണ് പോയിന്റ് ആയിട്ട് ഞാൻ പറഞ്ഞേക്കാം. 5 പ്രൊവിഷൻസ് മെയിനായിട്ടുണ്ട്. 5 പ്രൊവിഷൻസ് ഞാൻ കറക്റ്റ് പറയാനൊക്കെ മുമ്പ് തന്നെ ഈ ലോയിൻ്റെ പേരാണ് സിഗരറ്റ് ആൻഡ് അതർ ടൊബാക്കോ പ്രൊഡക്ട്സ് ബിൽ. ഓക്കെ, ഇതിനകത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ മിനിമം ഇയേഴ്സ് ടു സ്മോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം. ഇപ്പോൾ ഇത്രയും നാൾ 18 വയസ്സായിരുന്നു. ഇനി മുതൽ അത് 21 വയസ്സിലേക്ക് മാറ്റിയേക്കാണ്. 21 ഇയേഴ്സ് ആണ് ഇനി മിനിമം സ്മോക്ക് ചെയ്യാനുള്ള പ്രായപരിധി. ഇനി ഷോപ്പ് കീപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വിൽക്കണ ആൾക്കാർ, അത് നിങ്ങൾക്ക് 21 വയസ്സാവാതെ നിങ്ങൾക്കത് സെല്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1 ലക്ഷം രൂപയാണ് പിഴ. അപ്പോൾ 1 ലക്ഷം രൂപ പിഴ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് മുമ്പ് ജസ്റ്റ് 200 രൂപ മാത്രമാണ് പിഴ ഉണ്ടായുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇത്രയും നാൾ ലോവർ ഏജിലെ ആൾക്കാർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 200 രൂപയായിരുന്നു പിഴ. പക്ഷേ ഇനി മുതൽ 1 ലക്ഷം രൂപ പിഴയും 7 വർഷത്തെ ജയിൽവാസവും കൂടി ഉണ്ട് ഈ ഒരു പുതിയ ബിൽ പ്രകാരം. ആലോചിക്കാം. അടുത്ത് രണ്ടാമത്തെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര നാൾ നമുക്ക് റെസ്റ്റോറൻറ്റ്സ്, അതേപോലെ എയർപോർട്ട്സ് അല്ലെങ്കിൽ ഏതെങ്കിലും പൊതുസ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഒരു സ്മോക്കിംഗ് സോൺ എന്നുകൊണ്ട് പ്രത്യേകമായിട്ടൊരു റൂമോ അല്ലെങ്കിൽ പ്രത്യേക ഒരു ഏരിയ കാര്യങ്ങളൊക്കെ തിരിച്ചിട്ടുണ്ടാവും. ഇനി മുതൽ അങ്ങനത്തെ ഒന്നും പാടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ റൂംസ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മോക്കിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുകയാണ് എന്നാണ് പുതിയ ബിൽ പ്രകാരം പറയുന്നത്. അപ്പോൾ അതിൻ്റെ പേരിൽ ഇനി മുതൽ റെസ്റ്റോറൻറ്റ്സ്, അതേപോലെ എയർപോർട്ട്സ്, അതേപോലെ പൊതുവായിട്ട് നമ്മൾ കൂടുന്ന ഏരിയയിലൊക്കെ സ്മോക്കിംഗ് സോൺസ് ഉണ്ടെങ്കിൽ ആ സ്മോക്കിംഗ് സോൺസ് എത്രയും പെട്ടെന്ന് അവിടുന്ന് മാറ്റണം എന്നാണ് ഈ ബില്ലിനകത്ത് രണ്ടാമത്തെ കാര്യത്തിനകത്ത് പറയുന്നത്. ഇതൊക്കെ ഇതിൻ്റെ പ്രൊവിഷൻസ് ആണ്. ഇനി മൂന്നാമത്തെ പ്രൊവിഷൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷോപ്പ് കീപ്പേഴ്സ്, പണ്ട് മുതൽ നമുക്കിപ്പോൾ എന്താ പറയുക, ഒരു ഷോപ്പിൽ ചെന്നിട്ടുണ്ടെങ്കിൽ 1 സിഗരറ്റ് 2 സിഗരറ്റ് നമുക്ക് വാങ്ങിക്കായിരുന്നു. പക്ഷേ ഇനി മുതൽ ലൂസ് ആയിട്ട് സിഗരറ്റ് കൊടുക്കാൻ പാടില്ല. പാക്ഡ് വിത്ത് സീൽഡ് ബോക്സിൽ വേണം ഇനി മുതൽ സിഗരറ്റ് സെല് ചെയ്യാനായിട്ട്. ലൂസ് പാക്കറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെയും ഈ ഷോപ്പ് കീപ്പറിന് ഇനി ഫൈൻ അടിച്ച് വരും. ഇനി ഇത്രയും നാളും നമ്മൾ കണ്ടുകൊണ്ടിരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഷോപ്പ് കീപ്പർ ഏത് ഷോപ്പിൽ പോയാലും അല്ലെങ്കിൽ ഏത് പലചരക്കടയിൽ പോയാലും നമുക്ക് സിഗരറ്റ് ഒക്കെ എടുത്ത് കയ്യിലേക്ക് തരും, അല്ലെങ്കിൽ നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ സിഗരറ്റ് തരുമായിരുന്നു. പക്ഷേ ഇനി മുതൽ ഇതിന് ലൈസൻസ് സെപ്പറേറ്റ് എടുക്കണം. സെപ്പറേറ്റ് എടുത്താൽ മാത്രമാണ് നമുക്കിനി ഷോപ്പ് കീപ്പറിൻ്റെ കയ്യിൽ നിന്നിട്ട് ലൈസൻസ് നമ്മുടെ കയ്യിലേക്ക് നമുക്ക് സിഗരറ്റ് നമുക്ക് തരാനുള്ള അവകാശമുള്ളൂ. അല്ലെങ്കിൽ ആ ഒരു നിയമം അതാണ് പറയുന്നത്. എന്നുണ്ടെങ്കിൽ ഇനി മുതൽ ഷോപ്പ് കീപ്പേഴ്സ് ഷോപ്പിനകത്ത് ഇപ്പോൾ എക്സിസ്റ്റിംഗ് ഷോപ്പാണെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ലൈസൻസ് എടുക്കുക, അല്ലെങ്കിൽ പുതുതായിട്ട് സെറ്റപ്പ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇതിൻ്റെ ലൈസൻസും കൂടി ചേർത്തിട്ട് വേണം ഇനി ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അടുത്ത പ്രൊവിഷനാണ് സ്മോക്കേഴ്സിന് ഒരു പേടി സ്വപ്നമായിട്ട് ഇനി വരാൻ പോകണം. വേറെ ഒന്നുമല്ല, ഇനി മുതൽ പബ്ലിക്കായിട്ട് സ്മോക്ക് ചെയ്യണമെങ്കിൽ, പബ്ലിക് എന്ന് നമുക്കറിയാം, പബ്ലിക് പ്ലേസിൽ എവിടെ നിന്ന് നമ്മൾ സ്മോക്ക് ചെയ്തിട്ട് പിടിച്ചാലും ഇനി മുതൽ 2000 രൂപയാണ് പിഴ. ഇപ്പോൾ 2000 രൂപ പിഴ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും നാൾ ജസ്റ്റ് 200 രൂപയായിരുന്നു ഫൈൻ. അതും കറക്റ്റായിട്ടൊന്നും ഇംപ്ലിമെൻ്റ് ആയിട്ടുണ്ടായില്ല. അത് നിയമം ഉണ്ടായിരുന്നേ ഉള്ളൂ. പക്ഷേ നമ്മളിപ്പോൾ ഒരു കോപ്സ് ആരെങ്കിലും വരികയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് സിഗരറ്റ് വലിച്ചെറിയുന്നു, അല്ലെങ്കിൽ അറിയാത്ത രീതിയിലൊക്കെ നിൽക്കുന്നു, അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് പോകുമായിരുന്നു. പക്ഷേ ഇനി മുതൽ 2000 രൂപയാണ് പിഴ. അപ്പോൾ 2000 രൂപ പിഴയുള്ള കേസ് കൊണ്ട് ഇതൊരു സംഭവം ഇംപ്ലിമെൻ്റ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. കൂടുതലായിട്ട് പിടുത്തവും കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ പബ്ലിക്കായിട്ട് സ്മോക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിച്ചോളാം. 2000 രൂപ കരുതി വെച്ചേക്കാം. ഓക്കെ, അടുത്തത് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു റൂള് വേറൊരു റൂളായിട്ട് നമുക്ക് അത് താരതമ്യം ചെയ്യാൻ പറ്റും. വേറൊന്നുമല്ല, നമുക്ക് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റൂൾ ഈ അടുത്ത് വന്നിട്ടുണ്ടായി. എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളിനകത്ത് ഫൈനിൻ്റെ റേറ്റൊക്കെ കുത്തനെ കൂട്ടി. ഇപ്പോൾ ഹെൽമെറ്റ് ആയാലും സീറ്റ് ബെൽറ്റ് ആയാലും അല്ലെങ്കിൽ എന്താ പറയുക, ഇപ്പോൾ 3 പേര് വെച്ച് യാത്ര ചെയ്താൽ അങ്ങനെ സംഭവങ്ങളിനകത്ത് ഒരുപാട് ചേഞ്ചസ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് എന്താ പറയുക വെഹിക്കിളിൻ്റെ റൂളിനകത്ത് ഒരുപാട് ചേഞ്ചസ് ഒക്കെ ഈ അടുത്ത് വരുത്തിയിട്ടുണ്ടായി. അതേപോലെ തന്നെയാണ് എനിക്ക് ഈ ഒരു സംഭവം തോന്നുന്നത്. ഇതിനകത്ത് നമുക്ക് 200 രൂപയിൽ നിന്ന് നേരെ 2000 രൂപ, അതേപോലെ തന്നെ എന്താ പറയുക 7 years ഇംപ്രിസൺമെൻറ്റ്, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ പുതുതായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തൊക്കെയാണ് ഈ ഒരു സംഭവത്തിനകത്ത്. അതേപോലെ തന്നെയാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിനകത്തും 500 രൂപയിൽ നിന്ന് നേരെ 2000 രൂപ, ഓവർ സ്പീഡിനാണെങ്കിൽ 1500 രൂപ, അങ്ങനെയൊക്കെ ഒരുപാട് ചേഞ്ചസ് ആ ഒരു വിഭാഗത്തും വന്നിട്ടുണ്ടായി. അപ്പോൾ ഇനി മുതൽ ഇപ്പോൾ എല്ലാ ആക്ടുകളും അല്ലെങ്കിൽ എല്ലാ റൂൾസും ഇവർ പൊളിച്ചെഴുതിക്കൊണ്ടിരിക്കുകയാണ്, പുതിയ അമെൻമെൻറ്റ് ആക്ട്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു സിഗരറ്റ് കൺട്രോൾ അല്ലെങ്കിൽ ഈ ടൊബാക്കോ കൺട്രോളിൻ്റെ ഈ ഒരു ബില്ല് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിൻ്റെ പ്രശ്നങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിഗരറ്റും അതേപോലെ ടൊബാക്കോ പ്രൊഡക്ട്സൊക്കെ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ
ബേസിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഇത് കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ഫാമേഴ്സ് അവിടെ ഉണ്ട്. ഇവരുടെ ആരോഗ്യനില ഈ ഒരു വിഭാഗമായതുകൊണ്ട് തന്നെ ഇവരുടെ ആരോഗ്യനില വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ടൊബാക്കോ പ്രൊഡക്ട്സ് അവർ ഡെയിലി കൈകൊണ്ടും അതേപോലെ തന്നെ ശ്വസിച്ചൊക്കെ ആണ് ഈ സംഭവങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പം അതിൻ്റെ പേരിൽ ഈ ഒരു സംഭവം വരികയാണെന്നുണ്ടെങ്കിൽ ടൊബാക്കോ പ്രൊഡക്ട്സിൻ്റെ യൂസേജ് ഒരുപാട് കുറയ്ക്കാൻ പറ്റും. അതുകൂടാതെ തന്നെ ഈ ഫാമേഴ്സിനെ ഈ ടൊബാക്കോ ഫീൽഡിൽ നിന്ന് മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും ഒരു വെജിറ്റബിളോ ഫ്രൂട്ട്സ് അങ്ങനത്തെ ആ ഒരു മേഖലയിലേക്ക് മാറ്റാനുള്ള ഓപ്ഷനും കൂടി ഉണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് ഈ നിർബന്ധമായിട്ടും ഈ ഒരു കൾട്ടിവേഷനിലേക്ക് ഫാമേഴ്സിനെ എത്തിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് ആൾക്കാരുടെ ആ ഒരു ഇത് മാറ്റാൻ പറ്റും. അത് മാത്രമല്ല നമ്മുടെ ജനറൽ പബ്ലിക്കിനും കുറച്ച് എന്താ പറയുക ഈ ഒരു റൂൾ വന്നതിന് ഭാഗമായിട്ട് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഇവിടെ കാണുന്നുണ്ട്. ഇത് ഒരു വിഭാഗം. ഈ രണ്ടാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരുപാട് ആൾക്കാർ ഇനിയിപ്പോൾ ഇതിന് പ്രൊട്ടസ്റ്റ് ആയിട്ട് വരും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പാടില്ല, അത് പാടില്ല, ഈ റൂള് തെറ്റാണ്, അല്ലെങ്കിൽ ഈ റൂൾ വെച്ച് ഞങ്ങൾ ബിസിനസ് പോകും എന്നൊക്കെ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഭാഗത്തു നിന്നൊരു ചോദ്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ക്രൈം നടന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലിപ്പോൾ ജസ്റ്റ് എക്സാമ്പിളായിട്ട് ഒരുപാട് ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലേക്ക് നോക്കുകയാണെങ്കിൽ റേപ്പ് കാര്യങ്ങളൊക്കെ മാസത്തിൽ ഒരെണ്ണം വെച്ച് നമുക്ക് എപ്പോഴും ന്യൂസ് കേൾക്കാൻ പറ്റും. അങ്ങനെ നടക്കുമ്പോൾ തന്നെ നമ്മളെപ്പോഴും പറയും എന്താ പറയുക, നമ്മൾ പുറത്ത് ദുബായിലെ ഭരണം വരണം, സൗദിയിലെ ഭരണം വരണം, അങ്ങനത്തെ റൂള് ഭയങ്കര ശക്തമാക്കണം എന്നൊക്കെ ഒരുപാട് കമൻസും അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഈ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ അവരുടെ ലൈഫിനെ ബാധിക്കുന്ന റൂൾസ് വരുമ്പോഴാണ് അവർ ഈ പറഞ്ഞ പോലെ പുറത്തേക്ക് ഇറങ്ങണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് അഗെയിൻസ്റ്റ് വരണം. അപ്പോൾ അങ്ങനെയല്ല, നമുക്ക് ഏത് നിയമം അത് പബ്ലിക്കിന് ഗുണകരമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തന്നെ വേണം, അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യണം എന്നാണ് എൻ്റെ പേഴ്സണലായിട്ട് അഭിപ്രായം. ഇപ്പോൾ ഇത് സെൻട്രൽ ഗവൺമെൻറ് ബില്ലായാലും ഇത് എല്ലാ സ്റ്റേറ്റുകൾക്കും പോയിട്ടുണ്ട്. മിക്കവാറും എല്ലാ സ്റ്റേറ്റിലും ഇംപ്ലിമെൻറ്റ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. കാരണം ഇത് എന്തുകൊണ്ട് ഇതിൻ്റെ നെഗറ്റീവ് സൈഡ് വളരെ കുറവാണ്, എല്ലാം പോസിറ്റീവായിട്ടാണ് നമുക്ക് ഇതിനകത്ത് തോന്നുന്നത്. അപ്പോൾ ഇതാണ് പുതിയ സിഗരറ്റ് ആൻഡ് ടൊബാക്കോ പ്രൊഡക്ട്സ് ബില്ല്. അപ്പോൾ ഇതിനെക്കുറിച്ച് ചെറിയ ഐഡിയ നിങ്ങൾക്ക് കിട്ടി എന്ന് വിചാരിക്കുന്നു. കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളൊന്ന് ലൈക്ക് കൊടുത്തേക്കാം. ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്യാൻ മറക്കരുത്. കാരണം നമ്മുടെ ഈ ചാനലിൽ കൂടി ഇങ്ങനത്തെ ഇൻഫോർമേഷൻസ് ഡെയിലി അല്ലെങ്കിൽ വീക്ക്ലി നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് വേറൊരു വീഡിയോ കാണാം.